I am the boss. Super. ഇപ്പോഴാടി മോളെ നീ മിസ്സിസ് ഹിറ്റ്ലർ ആയത്. ഇവരെ മര്യാദ പഠിപ്പിക്കാനേ നിനക്കേ പറ്റൂ. അമ്മ എന്തറിഞ്ഞിട്ടാ ഈ കിടന്ന് തുള്ളുന്നത്? ഒരു കാര്യമില്ലാതെ അമ്മ ഇങ്ങനെ കൈയടിക്കാനും വിസിലടിക്കാനും ഒക്കെ നിൽക്കുന്നുണ്ടാ ഇവിളീ അധിക പ്രസംഗം എല്ലാം പറയുന്നത്. വാട്ട് അധിക പ്രസംഗം? നോട്ട് അധിക പ്രസംഗം. ഷീ ഈസ് യുവർ വൈഫ്. ഇനി നിന്റെ ഫുൾ ഉത്തരവാദിത്തം നീ ഇവളെ ഏൽപ്പിക്കാൻ പോവാ. ജ്യോതി, വൈഫ് ഈസ് ലൈഫ്. നോ വൈഫ് നോ ലൈഫ്. ഹിറ്റ്ലറുടെ ലൈഫ് ഇന്നു മുതൽ മിസ്സസ് ഹിറ്റ്ലറുടെ കൈകളിലാണ്. നീ വേണം ഇനി ഇവനെ കൺട്രോൾ ചെയ്യാൻ. കാര്യം മദർ നൗ ഗോ. ബേട്ട, ഒബേ യുവർ വൈഫ്. ഓക്കെ? ബേക്കറിക്കാരി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ജ്യോതി, എന്താ ശിവ? ജ്യോതി എന്റെ മരുന്ന് വെച്ച സ്ഥലത്ത് കാണാനില്ല. ജ്യോതി വന്നെടുത്തത്. പിന്നെന്താ ഹിറ്റ്ലറെ, ഞാനിപ്പോ വരാവേ. വേണമെങ്കിൽ ഇതൊക്കെ എടുത്ത് കഴിച്ചോട്ടാ. ബാ. മരുന്നത് ഇവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ. ഇത് നോക്കാതെയാണ് എന്നെ വന്ന് വിളിച്ചത്. ആ, ഞാൻ എവിടെയാ മരുന്ന് വെക്കുന്നതെന്ന് ശിവയ്ക്ക് അറിഞ്ഞൂടെ? ഇന്ന് പിന്നെ എന്താ പറ്റിയേ? എന്താ? അപ്പോ മരുന്നെടുത്ത് തരാനല്ല വിളിച്ചത് അല്ലേ? എന്താ എന്നോട് പറയാനുള്ളേ? ഞാൻ എങ്ങോട്ടെങ്കിലും പോവുക ജ്യോതി. ശിവ എന്താ തമാശ പറയാ? അല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നില്ല. ചുറ്റിലും എല്ലായ്പ്പോഴും അമ്മയുണ്ട്, ഏട്ടനുണ്ട്, എപ്പോഴും എന്തിന് ഹെൽപ്പ് ചെയ്യാൻ ജ്യോതിയുണ്ട്. എന്നിട്ടും എനിക്കെന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ തന്നെ ഏട്ടന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണെന്നല്ലേ എല്ലാവരും വിചാരിച്ചിരിക്കുന്നേ. ഒറ്റ വീക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ നിന്റെ ഏട്ടനോ ഞാനോ അങ്ങനെ വിചാരിച്ചിട്ടില്ല. മര്യാദയ്ക്ക് റെസ്റ്റ് എടുത്ത് മരുന്നും കഴിച്ച് ഇവിടെ തന്നെ ഇരുന്നോണം. വേണ്ടി വന്നാലേ നിന്നെ തല്ലി നേരെയാക്കാൻ എനിക്കറിയാം. ഞാനേ നിന്റെ ഏട്ടത്തിയമ്മയാ, അത് മറക്കണ്ട. ഇത് കുടിച്ചേ, മരുന്ന് കഴിക്കാം. ആശുപത്രിയിലേക്ക് തന്നെ തിരികെ പോയാലോന്നാ ഞാനിപ്പോ ആലോചിക്കുന്നേ. ശിവ, നീ എന്തേ പറയുന്നേ? ഞാൻ കാരണം ഇവിടെ ഇപ്പൊ വീണ്ടും പ്രശ്നങ്ങളായി. എന്നെ ഇവിടെ കൊണ്ടുവന്നതും പിടിച്ചു നിർത്തിയതും എല്ലാം ജ്യോതിയുടെ സ്നേഹം.
അതെനിക്കറിയാം. എനിക്കതിൽ നന്ദിയുണ്ട്. പിന്നെ ഏട്ടത്തിയമ്മ എന്ന് പറഞ്ഞ ആരാന്നാ നിന്റെ വിചാരം? ഏട്ടത്തി എന്ന വാക്കിന്റെ കൂടെ വെറുതെ ചേർക്കുന്നതല്ല അമ്മ എന്ന പേര്. അതൊരു കുടുംബത്തിന്റെ വിശ്വാസം, സ്നേഹം. അവന്റെ മനസ്സിളകി. ഇനി ഇവൾ എത്ര ഏട്ടത്തിയമ്മ കളിച്ചാലും അവന്റെ മനസ്സ് മാറില്ല. ഇത് മതി ഇവിടെ ഒരു തീയാളി കത്തിക്കാൻ. നിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തതും നിന്നോട് അടുത്തിടപഴകിയതും മനഃപൂർവ്വം തന്നെ. എനിക്കൊരു ആങ്ങളെയല്ല. നീ വന്നപ്പോ ഒരു കൂടപ്പറപ്പിന്റെ സ്ഥാനത്താ ഞാൻ നിന്നെ കണ്ടത്. അതുകൊണ്ട് തൽക്കാലം എന്റെ ശിവ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഏട്ടൻ പറഞ്ഞതുപോലെ ഇടയ്ക്കൊന്ന് റെസ്റ്റോറന്റിലൊക്കെ പോയി ഒന്ന് എൻഗേജ്ഡ് ആയാൽ മതി. ഈ ടെൻഷനൊക്കെ അങ്ങ് മാറിക്കോളും. ഇപ്പൊ ഇത്തിരി ടെൻഷൻ മാറിയില്ലേ? ഇനി കിടന്ന് ഉറങ്ങിക്കോ. ശിവ, ഞാനും നിന്റെ ഏട്ടനും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒന്നിച്ചു ചേർന്നവരാ. ഒരു ഭാര്യയുടെ അംഗീകാരം നിന്റെ ഏട്ടൻ ഇതുവരെ എനിക്ക് തന്നിട്ടില്ലെന്ന് നിനക്കും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഈ താലി എന്റെ കഴുത്തിൽ അണിയിച്ച നിമിഷം മുതൽ നിന്റെ ഏട്ടൻ കഴിഞ്ഞുള്ളൂ എനിക്ക് മറ്റെന്തും. ഇവള് ട്രാക്ക് മാറ്റുകയാണെന്നാ തോന്നുന്നത്. വഴിയുണ്ട്. എന്നാ ശരി, കിടന്നോ. ഗുഡ് നൈറ്റ്. നിന്റെ മനസ്സില് അവൾ ഇപ്പോഴും ഉണ്ടോ? അമലദാസ്? അപ്പൊ ഉണ്ട് അല്ലേ? പിന്നെ എന്തിനാ നീ അവളുടെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത്? കൊല്ലും. അവരെ എന്റെ കയ്യിൽ കിട്ടിയ ഇനി ഞാൻ കൊല്ലാൻ ശ്രമിക്കും. ശിവ, റിലാക്സ് റിലാക്സ്. ക്ഷമിക്കാൻ ശീലിക്കണമെന്ന്. ക്ഷമ ദൗർബല്യമല്ല, കരുത്താണ് എപ്പോഴും. ആ സ്ത്രീയോട് ഞാൻ ക്ഷമിക്കില്ല. അവസരം കിട്ടിയ കൊല്ലും ഞാൻ അവരെ. ശിവ, അതെന്താ അവരോട് നിനക്ക് ഇത്രയ്ക്ക് വിരോധം? അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ എന്നോട് ചോദിക്കരുത്. ശിവ, ഞാൻ വേണ്ട, പൊയ്ക്കോ പ്ലീസ്.
നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അല്ലെങ്കിലും ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതും കാണുന്നതും നിന്റെ ഹോബിയാണല്ലോ മായേ. പിന്നെ ഇത് നീ കേട്ടത് എന്തായാലും നന്നായി. കാര്യങ്ങളൊക്കെ നിനക്കും മനസ്സിലായല്ലോ. വെറുതെ ഇരുന്നവനെ പറഞ്ഞിളക്കി മോഹിപ്പിച്ചിട്ട് ഇപ്പൊ ഏട്ടത്തിയമ്മ ചമയുന്നോ നീ? മനസ്സിലായില്ല. ഞാൻ ആരെ മോഹിപ്പിച്ചെന്നാ നീ പറഞ്ഞു വരുന്നത്? SK. അതിന്റെ ദുരന്തങ്ങളാണല്ലോ ഈ സംഭവിച്ചത്. നീ അവനെ സ്നേഹിക്കുന്നതായി ഭാവിച്ചു. ഞാനോ? അതെ, നീ തന്നെ. ചേട്ടൻ ഉപേക്ഷിക്കുമെന്ന് ഉറപ്പായപ്പോ അനിയന്റെ തോളിൽ പിടിച്ച് അമരാവതിയിൽ കടിച്ചു തൂങ്ങാൻ നീ ശ്രമിച്ചതിന്റെ ഫലമാണ് DKയുടെ ഈ കിടപ്പ്. അലറണ്ട. ഈ വീട്ടിൽ എല്ലാവരും മനസ്സിലാക്കിയ സത്യം തന്നെയാ അത്. DKയ്ക്കും അതറിയാം. ഇപ്പൊ നീ SK ചതിക്കാൻ ശ്രമിക്കുന്നു. ഇനി അവൻ വീണ്ടും ഭ്രാന്തനായ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്ക് മാത്രമായിരിക്കും. എന്തൊരു മഹാപാപോടി നീ പറയുന്നേ. ഞാൻ അവനെ മോഹിപ്പിച്ചെന്നോ? ഇടി, അവൻ എന്റെ അനിയനാ. ഒരു സഹോദരനില്ലാത്ത ദുഃഖം മാറിയത് അവനോട് അടുത്തിടപഴകിയപ്പോഴാ. സഹോദരനാവാൻ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ ജനിക്കണമെന്നില്ലടി. ഓ, അങ്ങനെ നോക്കിയാ ഇന്ത്യയിലെ എല്ലാവരും സഹോദരീ സഹോദരന്മാരാണെന്നാ നമ്മൾ സ്കൂളിൽ പ്രതിജ്ഞ ചെയ്യുന്നത്. എന്നുവെച്ച് എല്ലാവരും അങ്ങനെ കരുതാറുണ്ടോ? അല്ലെങ്കിൽ തന്നെ കാണുന്നവർക്ക് കൂടി അങ്ങനെ തോന്നണ്ടേ? നീ കണ്ടത് നിന്റെ കണ്ണിന്റെ കുഴപ്പമായേ. മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് എല്ലാം അങ്ങനെ തോന്നും. ഹൃദയം കൊണ്ട് അവനെ സ്വന്തം സഹോദരനെ സ്വീകരിച്ചവളാ ഞാൻ. ഒരു സഹോദരന്റെ സ്നേഹവും കരുതലും അടി അവനിൽ ഞാൻ കണ്ടത്. അവനെ സ്വാതന്ത്ര്യത്തോടെ ചേർത്ത് പിടിച്ചതും പരിചരിച്ചതും എല്ലാം എന്റെ ഉള്ളിൽ കളങ്കമില്ലാത്തതുകൊണ്ടാ. കൊള്ളാം, കളങ്കമില്ല പോലും. എടി, അവനൊരാണുകൂടിയാ. നീ അവനെ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞത് വാദത്തിനു വേണ്ടി ഞാൻ വിശ്വസിക്കാം. പക്ഷെ അവനോ? ശിവയുടെ മനസ്സിൽ എന്താണെന്ന് നിനക്കറിയോ? നിന്നെ ഇന്ന് വരെ ഏട്ടത്തി എന്നവൻ വിളിച്ചിട്ടുണ്ടോ? എന്താ കാര്യം? നീ അവനെ മോഹിപ്പിച്ചതുകൊണ്ട്. കള്ളിയാ നീ, പേരും കള്ളി. ഒരുത്തന്റെ പിന്നാലെ നടന്ന് കണ്ണും കലാശവും കാട്ടി മോഹിപ്പിച്ചിട്ട് ഇപ്പൊ ഏട്ടത്തി അമ്മ ചമയുന്നു. അവനെ ഇങ്ങനെ വീണ്ടും ഭ്രാന്തനാക്കിയത് നീയാ. ഇനി നിനക്കൊരു വഴിയേ ഉള്ളൂ. 5 പേര് ചേർന്ന് പാഞ്ചാലിയെ ഭാര്യയാക്കിയ കഥ നീ കേട്ടിട്ടില്ലേ? അതില് ഏറ്റവും ഇളയ സഹോദരനായ സഹദേവന് 5-ാം ഊഴം നൽകിയ ഭാര്യ മാത്രം ആയിരുന്നില്ല ദ്രൗപദി എന്നും ഒരമ്മയുടെ സ്നേഹം കൂടി കൊടുത്തവളാണെന്നും ആ കഥയിലുണ്ട്. ഇവിടെ നിനക്കും അതിനൊരു അവസരം കിട്ടും. ഏട്ടത്തി അമ്മയായിട്ടും ഭാര്യയായിട്ടും നിനക്കവനെ സ്നേഹിക്കാം. ദ്രൗപദിയുടെ പാത നിനക്കും പിന്തുടരാം. ഇവിടെ പക്ഷേ ഒരു കുഴപ്പമുണ്ട്. 5 പേരില്ല, 2 പേരേ ഉള്ളൂ. DKയും SKയും. നീയൊന്ന്
പരീക്ഷിച്ചു നോക്കടി. പുഴുത്തുനാറിയ നിന്റെ ഈ നാവ് അടക്കി വെച്ചോണം നീ. അല്ലാതെ ഇനിയും ഇതുപോലെ ദുർഗന്ധം വമിക്കുന്ന വർത്തമാനം വിളമ്പിയ പിഴുതെടുത്ത് ദൂരെ എറിയും ഞാൻ. പെണ്ണാണോടി ശിവയുടെ മനസ്സിൽ ആവശ്യമില്ലാത്തതൊക്കെ കുത്തിത്തിരികിയത് നീയാണെന്ന് എനിക്കിപ്പൊ മനസ്സിലായി. നീ എന്നെ തല്ലിയല്ലേ അടുക്കളക്കാരി പെണ്ണ്. ബന്ധങ്ങളുടെ വിലയേറിയത്തൊരു വിഡ്ഢിയാണ് ഞാനെന്ന് നീ കരുതിയോ? ഈ നിൽക്കുന്നവരിൽ ആരൊക്കെയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒരച്ഛന്റെ കരുതലും സ്നേഹവും നൽകി എന്നെ വളർത്തിയ മഹാമനുഷ്യൻ കെട്ടിയ താലിയാ ജ്യോതിയുടെ കഴുത്തിൽ കിടക്കുന്നത്. അപ്പൊ പിന്നെ ഇതെന്റെ ഏട്ടത്തെ അല്ലാതെ വേറെ ആരാടി? നീ എന്നെ ഒരുപാട് പറഞ്ഞളക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ നിന്റെ വിവരക്കേടായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. ഏട്ടത്തെ എന്ന് നിങ്ങൾ ആരും കേൾക്കാൻ ഞാൻ വിളിച്ചിട്ടില്ല, അത് ശരിയാ. പക്ഷെ മനസ്സുകൊണ്ട് 1000 വട്ടം ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഈ പാദത്തിൽ നമസ്കരിച്ചിട്ടുണ്ട്. ഇതെന്റെ വെറും ഏട്ടത്തിയല്ല, ഏട്ടത്തി അമ്മയാണ്. ഏട്ടത്തി അമ്മ. എന്റെ ഏട്ടന് ഞാൻ അച്ഛന്റെ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മയുടെ സ്ഥാനം തന്നെയാ ഈ ഏട്ടത്തേക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഏട്ടത്തിൽ നിനക്ക് തന്ന അടിയുണ്ടല്ലോ, അത് ഞാൻ നിനക്ക് തരാനുള്ളതാ. മഹാഭാരതത്തിലെ ദ്രൗപദിയെ നിനക്കറിയാം, പക്ഷേ രാമായണത്തിലെ ലക്ഷ്മണനെ നിനക്കറിയില്ല. ഏട്ടന്റെ ഏട്ടത്തിയുടെയും പാത പിന്തുടർന്ന് രാജ്യവും അധികാരവും ഉപേക്ഷിച്ച് ഭക്തിയോടെ അവർക്ക് പിന്നാലെ വനവാസത്തിന് പോയ ലക്ഷ്മണനെ കുറിച്ച് നീ എന്തേ അറിഞ്ഞില്ല? ആ ശ്രീരാമൻ തന്നെ അടി എനിക്ക് എന്റെ ഏട്ടൻ. സീതാദേവി തന്നെയാ ഈ നിൽക്കുന്ന എന്റെ ഏട്ടത്തി. What a beautiful myself. ഏട്ടത്തിയമ്മേ,